ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഗേറ്റ് എക്സാമിന് വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 25 ടോപ്പിക്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ നേരത്തെ ഇടുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഓഗസ്റ്റ് ആയതേ ഉള്ളൂ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഓക്കെ, നമുക്ക് സമയമുണ്ട് ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾ കുറച്ചൊന്ന് റിവിഷൻ ടൈമിലും പ്രിപ്പറേഷൻ ടൈമിലും കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു 25 ടോപ്പിക്സ് ഞാൻ ഗേറ്റ് ഫിസിക്സിന് പറഞ്ഞുതരാം. അപ്പം ഈ വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് ഒരു കാര്യം, ഇത് ഒഫീഷ്യലി ഗേറ്റ് പബ്ലിഷ് ചെയ്തൊരു ലിസ്റ്റൊന്നുമല്ല. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ എക്സാം പാറ്റേൺസും ഒക്കെ വെച്ച് നോക്കിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് എല്ലാ സബ്ജക്റ്റിൽ നിന്നും എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, ഗേറ്റ് ഓരോ തവണയും അവരുടെ കൺസെപ്റ്റുകളും അവരുടെ ക്വസ്റ്റ്യൻസും പല രീതിയിലും മാറ്റാറുണ്ട്. ഇപ്പോൾ ഗേറ്റ് കുറച്ച് എന്താ പറയുക, CSIR നെറ്റിനോട് ഒരു ടഫായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം മുന്നത്തെ എക്സാംസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി ഗേറ്റ് കുറച്ച് നമുക്ക് ടഫായിരിക്കാം, ചിലപ്പോൾ ഈസി ആയിരിക്കാം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് കുഡ് ബി ഗുഡ് അല്ലേ, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ഈസി. സോ അപ്പോൾ ഈ 25 ടോപ്പിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് 55+ മാർക്ക് കിട്ടും എന്നുള്ള ഒരു ഫോൾസ് ഇൻഫോർമേഷൻ തരാൻ എനിക്ക് ആഗ്രഹമില്ല. ബട്ട് ഈ 25 ടോപ്പിക്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അവസാനത്തെ റിവിഷന് നിങ്ങൾ കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. Okay, so the 25 high yield topics for GATE physics. Okay, I hope it is clear for you. Okay, അപ്പം the important topics, ഒന്നാമത്തത് കോംപ്ലക്സ് അനാലിസിസ്, മാത്തമാറ്റിക്കൽ മെത്തേഡിൽ കോംപ്ലക്സ് അനാലിസിസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കോംപ്ലക്സ് അനാലിസിസിൽ തന്നെ, അതായത് ഒരു മിനിറ്റ് കണ്ടോ, ഇത് ഗേറ്റിൻ്റെ PYQൻ്റെ ടെക്സ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയേ, ഇതിൻ്റെ അകത്ത് അവർ മാത്തമാറ്റിക്കലിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്, വെക്റ്റർ കാൽക്കുലസ്. അപ്പം ഇതിൻ്റെ അകത്ത് നോക്കിയേ, കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഭാഗം കണ്ടോ, ഇത് നോർമലി ഗേറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെ അവർ സ്റ്റോപ്പ് ചെയ്തേക്കുന്നത് കണ്ടോ, കോംപ്ലക്സ് അനാലിസിസിൽ തുടങ്ങുന്ന ടോപ്പിക്സ് ആണിത്. ഏതൊക്കെയാണെന്ന് നോക്കൂ. ഏതൊക്കെയാണെന്ന് നോക്കിയേ, ഒരു മിനിറ്റ്. കോഷി റെയ്മാൻ ഇക്വേഷൻസ്, അനലിറ്റിക് ഫങ്ഷൻസ്, കോഷി തിയറം, കോഷി ഇൻ്റഗ്രൽ ഫോർമുല, സിംഗുലാരിറ്റീസ്, റെസിഡ്യൂസ്, കോണ്ടോർ ഇൻ്റഗ്രേഷൻ. അപ്പം ഇതൊക്കെ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. പക്ഷേ ഇതൊന്നും പഠിക്കാൻ വലിയ പാടുള്ള ടോപ്പിക്സ് അല്ല. നമ്മളിത് PGക്ക് പഠിച്ച ടോപ്പിക്സാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ വീഡിയോസ് ഈ ടോപ്പിക്സിൻ്റെ അവൈലബിൾ ആയിരിക്കും ഓൾറെഡി മലയാളത്തിൽ തന്നെ. മിസ്സ് തന്നെ എടുക്കണം എന്നില്ല, ഓൾറെഡി മലയാളത്തിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ PGക്ക് പഠിക്കുമ്പോൾ ഒക്കെ കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ ഒന്ന് കാണുക, PYQs കണ്ടുപിടിക്കുക, PYQs ചെയ്യുക. അപ്പം ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുവാണെങ്കിൽ വുഡ് ബി ഗുഡ്. ഓക്കെ, അപ്പം എസ്പെഷ്യലി ഇതിൻ്റെ ഇത്രയത്തിൻ്റെ എങ്കിലും PYQ, ഇത് അവസാന സ്റ്റേജിലാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴല്ല കേട്ടോ, അത് നോട്ട് ചെയ്യണം. അവസാന സ്റ്റേജിലെങ്കിലും. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ പോവുക, നിങ്ങളുടെ റിവിഷൻ ഇത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ എസ്പെഷ്യലി ഇതിൻ്റെ PYQs പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പം ടോപ്പിക്സ് ഞാൻ കാണിച്ചല്ലോ, ഇത്രയും ഭാഗം, സിംഗുലാരിറ്റി, റെസിഡ്യൂ തിയറം, ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് വരുന്ന ടോപ്പിക്സാണ് മക്കൾ പറഞ്ഞ് ഏത് ലാപ്ലേസ് ട്രാൻസ്ഫോം, ഫോറിയർ അനാലിസിസ് ഒക്കെ. അപ്പോൾ ഇതിൽ ഫോറിയർ അനാലിസിസിൽ ഫോറിയർ സീരീസിൻ്റെയും ഒക്കെ ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു പ്രോബ്ലം ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെ വരുന്നത്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് PYQൽ ഒരു മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2011 തൊട്ട് 2025 വരെയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 2015ലും 2022ലുമാണ്. 2026 നമ്മൾ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ കാണിക്കാം ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ 2 ക്വസ്റ്റ്യൻസ്. ഇപ്പം കണ്ടോ, ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നിന്ന് 2011 തൊട്ട് 2025 വരെ ചോദിച്ചേക്കുന്ന ആകെ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻ 50 ഇയേഴ്സിൽ ചോദിച്ചേക്കുന്ന ഈ 2 ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഫോറിയർ സീരീസ് പിന്നെയും ചോദിച്ചിട്ടുണ്ട്.
കണ്ടില്ലേ 2017, 19, 20, 24 ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ടെൻസേഴ്സും കുറച്ച് എളുപ്പമാണ് നിങ്ങൾക്ക് പഠിക്കാൻ. പക്ഷേ കോംപ്ലക്സ് അനാലിസിസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നന്നായിട്ടുണ്ട്. 2014, 15, 18, 19 ഞാൻ കാണിച്ചു തരാവേ. സ്പെഷ്യൽ ഫങ്ഷൻസ് എന്നായിരിക്കും PYQ ടെക്സ്റ്റ് നിങ്ങൾ മേടിക്കുന്ന സമയത്ത് കോംപ്ലക്സ് അനാലിസിസ് ഒക്കെ സ്പെഷ്യൽ ഫങ്ഷൻസ് എന്നുള്ളൊരു ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. സ്പെഷ്യൽ ഫങ്ഷൻസ് ഒക്കെ കാണിച്ചു തരാം എത്ര ഉണ്ടെന്നുള്ളത്. അപ്പം ഈ ടോപ്പിക്സിൽ നിന്ന് 23 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 2011 ചോദിച്ചിട്ടുണ്ട് കണ്ടോ. 11 തന്നെ 2 ക്വസ്റ്റ്യൻസ്. 2012, 13, 14, 15 പിന്നെ ചോദിച്ചേക്കുന്നത് നോക്കൂ. 15 കഴിഞ്ഞിട്ട് ഏതാ മക്കളെ? ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 2016, 17, 17 2 ക്വസ്റ്റ്യൻ, 18 1 ക്വസ്റ്റ്യൻ, 2019 1 ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ, 2021 ചോദിച്ചിട്ടുണ്ട്, 22, 22, 23, 23, 24. പിന്നെ 25 ചോദിച്ചിട്ടുണ്ട്. 25 തന്നെ 3 ടോപ്പിക്സാണ് ഈ ഒരു കോംപ്ലക്സ് അനാലിസിസിൽ നിന്ന് വന്നിട്ടുള്ളത്. സോ ഇത് എളുപ്പമാണോ ചോദിച്ചാൽ എളുപ്പമാണെന്ന് പറയാൻ എളുപ്പമാണ്. ആക്ച്വലി നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിതിൻ്റെ എളുപ്പമാണ്. പിന്നെ PYQ വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പോയാൽ മാത്രമേ അതിൻ്റെ ഐഡിയ ബിഹൈൻഡ് ദ പ്രോബ്ലം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാത്തമാറ്റിക്കൽ മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ എക്സാമ്പിൾ വെച്ച് കാണിക്കുന്നത്. അതായത് കോംപ്ലക്സ് അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഇതാണ്. നമ്മൾ റെഫർ ചെയ്യുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നിന്ന് ഈ 15 വർഷമായിട്ട് ആകെ 2 ക്വസ്റ്റ്യൻസാണ് ഇതിൻ്റെ ഇടയിൽ ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തവണ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നിന്ന് ചോദിക്കില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഇറ്റ്സ് എ ഗെയിം അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് എല്ലാവരും IITയിലും NITയിലും ഒന്നും പോയി MTech എടുക്കണമെന്നോ PhD ചെയ്യണമെന്നോ ഒന്നും ആഗ്രഹത്തോടെ ആയിരിക്കത്തില്ല ഒരു ക്വസ്റ്റ്യൻസ് ഇടുന്നത് അല്ലേ? അത് നമ്മുടെ ആഗ്രഹമാണ്. അവിടെ പോയി പഠിക്കണം, അല്ലെ PhD ചെയ്യണം, അല്ലെ MTech ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ആഗ്രഹമാണ്. സോ ദ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർക്ക് അതിൻ്റെ എന്താ പറയുക ഒരു എയിമും ഇല്ല. അപ്പം അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് മാറും. പക്ഷെ ആ ഒരു ട്രിക്ക് നമ്മുടെ കയ്യിലാണെന്ന് മാത്രം. ഓക്കെ, അപ്പം ഇതാണ് മാത്തമാറ്റിക്കൽ അനാലിസിസ്, സോറി ഫോർ ദാറ്റ്, മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിന്നുള്ള നമ്മുടെ ആദ്യത്തെ ടോപ്പിക്, ദാറ്റ് ഈസ് കോംപ്ലക്സ് അനാലിസിസ്. ദെൻ ഓക്കെ, മൂവ് ടു ദ നെക്സ്റ്റ്. ഓക്കെ, അപ്പം ഈ എഴുതിയേക്കുന്ന കണ്ടില്ലേ? ഒരു മിനിറ്റ്, ഇവിടെ ഓക്കെ, ഇത് കണ്ടോ? കോംപ്ലക്സ് അനാലിസിസ്, അതായത് ഇത്രയും മാത്തമാറ്റിക്കലിൻ്റെ ടോപ്പിക്കാണ്. അത് കഴിഞ്ഞു. ഇനി അടുത്തത് സെമി കണ്ടക്ടർ ഫിസിക്സ് കണ്ടോ? സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്കാണ് അല്ലേ? സെമി കണ്ടക്ടർ ഫിസിക്സ്. അപ്പം അതിൻ്റെ അകത്ത് ഫോക്കസ് ഏരിയ കൊടുത്തേക്കുന്ന ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സ്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ തന്നെ ക്യാരിയർ സ്റ്റാറ്റിസ്റ്റിക്സ്, കണ്ടക്ടിവിറ്റി, മൊബിലിറ്റി, എഫക്റ്റീവ് മാസ്. ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, എഫക്റ്റീവ് മാസ് ആൻഡ് ഹോൾ എഫക്റ്റ് കേട്ടോ. എഫക്റ്റീവ് മാസിൻ്റെ പ്രോബ്ലം ചെയ്യണം. എഫക്റ്റീവ് മാസിൻ്റെ പ്രോബ്ലം മിക്ക ടൈമിൽ എനിക്കൊന്ന് 2026 എഫക്റ്റീവ് മാസിൻ്റെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും എഫക്റ്റീവ് മാസ് കേട്ടോ. അതായത് ഇലക്ട്രോണിക്സിലും സോളിഡ് സ്റ്റേറ്റിലും ഈ ഇത്രയും ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും ക്ലബ് ചെയ്ത് പഠിച്ചാൽ മതി. സോളിഡ് സ്റ്റേറ്റിലും ഇലക്ട്രോണിക്സിലുമായിട്ട് പഠിച്ചാൽ മതി. ഞാൻ ഇവിടെ പറയാനാണെങ്കിൽ ഫോർ ഷുവർ, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഞാൻ പറയുന്നത് എഫക്റ്റീവ് മാസ് ഒന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ നിങ്ങൾ എഫക്റ്റീവ് മാസ് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി, അപ്പോൾ നിങ്ങൾക്ക് AI ടൂൾസ് എന്തുണ്ട്, ഇപ്പോൾ ChatGPT ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദാറ്റ് എനിക്ക് എന്താ എഫക്റ്റീവ് മാസിനെ കുറിച്ച് പറഞ്ഞു താ, ആൻഡ് ഹൗ ക്യാൻ ബി ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ഗേറ്റിന് ചോദിക്കുക, ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ. AI തരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് എളുപ്പമായിരിക്കും, ബട്ട് അത് ഇനിഷ്യലി സോൾവ് ചെയ്യുക. പിന്നെ ഗേറ്റിൻ്റെ PYQs ഒന്ന് എടുത്ത് നോക്കുക. ഒരു ടെക്സ്റ്റ് മേടിക്കുന്നതാണ് നല്ലത്, മേടിക്കാൻ പറ്റുമെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ തന്നെ PYQs നോക്കുക, എഫക്റ്റീവ് മാസിൻ്റെ എന്ന് അടിച്ച് നോക്കുക, PYQs ഓഫ് ഗേറ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കുക. അപ്പോൾ ഫോർമുല ഷീറ്റൊക്കെ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് സമയം കിട്ടുന്നതനുസരിച്ച് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്ന ടോപ്പിക് എഫക്റ്റീവ് മാസ് ആണ്. ഇത് ഇത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്.
വേണ്ടേ ഇലക്ട്രോണിക്സിൻ്റെ തന്നെ നോക്കിക്കേ, ഇതുണ്ടോ, ഇതൊക്കെ ഹോൾ എഫക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് 2015, 2016. പിന്നെ അങ്ങോട്ട് 2022 2023 ഹോൾ എഫക്റ്റ് എക്സ്പെരിമെൻറ്റും എഫക്റ്റീവ് മാസും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. വേറെ എന്തെങ്കിലും നമ്മൾ ഇലക്ട്രോണിക്സിൽ വിട്ടിട്ടുണ്ടോ? സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ്. ഇനി ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ് വരുമോ എന്ന് എനിക്കറിയത്തില്ല. ഇലക്ട്രോണിക്സിലാണ് ഒപ്പാമും കൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒപ്പാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആക്ച്വലി സിമ്പിളാണ് ഒപ്പാംസിൻ്റെ. അപ്പം ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ഒപ്പാമിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് നമുക്ക്. ഒപ്പാം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാനായിട്ട് എപ്പോഴും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാനൽ പറഞ്ഞാൽ ബൾബ് ആൻഡ് ബീക്കർ അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ബൾബ് ആൻഡ് ബീക്കർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ സാറിൻ്റെ ഉണ്ട്. ഇത് ആക്ച്വലി അദ്ദേഹം നല്ല ക്ലാസ്സസ് ആണ് എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഒന്ന് നോക്കുക. ഒപ്പാമിൻ്റെ മീൻസ് മലയാളം ഞാൻ റെഫർ ചെയ്യുകയാണെങ്കിൽ മലയാളം അദ്ദേഹത്തിൻ്റെ നല്ല ക്ലാസ്സസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ അധികം ഗേറ്റിൻ്റെ ടോപ്പിക്സ് ഒന്നും കാണാൻ വഴിയില്ല. അതെനിക്കൊന്ന് ബിടെക്കുകാരുടെ ബേസ്ഡ് ആയിട്ടുള്ളൊരു ചാനലാണ്, എഞ്ചിനീയറിംഗ്കാർക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഒപ്പാമിൻ്റെ ഒക്കെ ക്ലാസ്സസ് അതിനകത്ത് ഉണ്ടാകും. അപ്പം അത് നല്ലൊരു ക്ലാസ്സാണ്. അപ്പോൾ ഒപ്പാമിൻ്റെ ബേസിക് എന്താണ്, ഒപ്പാമിൻ്റെ കാര്യങ്ങൾ, വോൾട്ടേജ് ഫോളോവർ എന്താണ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, ചെറുതായിട്ട് തിയറി മനസ്സിലാക്കുക, പിന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒപ്പാമും എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണെന്നേ. ഇനിയാണ് നമ്മുടെ എല്ലാവരുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ, ദാറ്റ് ഈസ് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഏത് സബ്ജക്റ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ മക്കൾക്ക്? മനസ്സിലാവുന്നില്ല. കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഏത് സബ്ജക്റ്റിൽ വരുന്നതാണ്? ക്ലാസിക്കൽ മെക്കാനിക്സ്. ഇതിൻ്റെ ഒരു വീഡിയോ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഒക്കെ ഞാൻ ഓൾറെഡി എൻ്റെ നോട്ട്സ് ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്കൊന്ന് ക്ലാസിക്കൽ മെക്കാനിക്സ് ഒക്കെയാണ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ട് തുടങ്ങിയ വീഡിയോ. ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് കയറി നോക്കുമോ. അതായത് പോസൺ ബ്രാക്കറ്റ്, ജനറേറ്റിംഗ് ഫംഗ്ഷൻ, ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് കേട്ടോ. ഇതൊക്കെ പോസൺ ബ്രാക്കറ്റ്, ജനറേറ്റിംഗ് ഫംഗ്ഷൻ, ആക്ഷൻ ആംഗിൾ വേരിയബിൾ, ഹാമിൽട്ടോണിയൻ ജക്കോബി ഇക്വേഷൻ, അതുപോലെ തന്നെ ലഗ്രാഞ്ച് ഇക്വേഷൻ, ഇതൊക്കെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് പണ്ടത്തെ ക്വസ്റ്റ്യൻ, പണ്ടെന്ന് പറയുമ്പോൾ പണ്ട് അങ്ങനെയല്ല, പക്ഷേ കുറച്ച് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാമിൽട്ടോണിയൻ, പോസൺ ബ്രാക്കറ്റ് അതൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ളത് ടോപ്പിക്സ് ആയിരുന്നു, കുറച്ച് എളുപ്പമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു 2026 ഇതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്, അത് മാത്രമല്ല ഇപ്പോൾ ഗേറ്റിൻ്റെ പാറ്റേണിന് നല്ല വ്യത്യാസമുണ്ട്. പണ്ട് കുറച്ചും കൂടെ നമുക്ക് കുറച്ച് PYQ ഒക്കെ ചെയ്തിട്ട് പോയാൽ നമുക്കൊരു ഐഡിയ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം ഒരുപാട് ഇതിൽ നിന്ന് ചോദിക്കുന്നുണ്ടോ എന്നുള്ളത് മിസ്സിന് ഡൗട്ടാണ്. പക്ഷേ ഈ തവണത്തെ പാറ്റേൺ ചിലപ്പോൾ പഴയതുപോലെ വരാൻ ചാൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്സൊക്കെ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോസൺ ബ്രാക്കറ്റൊക്കെ ചെയ്യാനും കുറച്ച് എളുപ്പമാണ്. ലഗ്രാഞ്ചും ഹാമിൽട്ടോണിയനൊക്കെ നിങ്ങൾ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ, ചിലവർക്ക് ക്ലാസിക്കലധികം ഒരു ഇഷ്ടമല്ലാത്ത പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. പക്ഷേ ഇല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പോസൺ ബ്രാക്കറ്റൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ പോസൺ ബ്രാക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ എഫക്റ്റീവ് മാസ് പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷനിൽ പോസൺ ബ്രാക്കറ്റ് 2011-14. ഓക്കെ, ഞാനിപ്പം ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാവേ. നോക്കിയാൽ മക്കളെ, കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് 2011 ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, 2014 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ PYQ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ചെയ്യാനാണ് വഴിയുള്ളത്. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ ചെയ്തിട്ടുണ്ടോയെന്ന്. ഇതിന് എന്താ 2018 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 2019 ചോദിച്ചിട്ടുണ്ട്, 20 ചോദിച്ചിട്ടുണ്ട്, 21, 24, 25 ഇനിയുണ്ടോ? ഇല്ല, 25. ഓക്കെ, അതായത് ഇത് 25 വരെയുള്ള PYQ ഉള്ള ടെക്സ്റ്റാണ്. അതുകൊണ്ട് 25 വരെ, അതായത് 2000 ഇത് മിസ്സിൻ്റെ കയ്യിലിരിക്കുന്നത് 2011 തൊട്ടിട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്.
അതിൻ്റെ അകത്ത് 11 തൊട്ട് 25 വരെ ഇത്രയും വർഷത്തിൻ്റെ 15 വർഷം അടുപ്പിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആക്ച്വലി കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ. 11 ചോദിച്ചിട്ടുണ്ട്, 12, 13 ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ അടുപ്പിച്ച് പാറ്റേൺ വരുന്നുണ്ട്. 18, 19, 20, 21, 24, 25 വരുന്നുണ്ട്. 26 ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. എനിവേ ഇതും ഒരു പോസിബിളാണ്. അതായത് നമുക്കൊന്നും അറിയത്തില്ല ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ്, അല്ലെ കഴിഞ്ഞ പാറ്റേൺ പോലും അറിയാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് കഴിഞ്ഞ പാറ്റേണിൽ 1-2 ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ടോപ്പിക്കെങ്കിലും എനിക്കറിയാം, അതിനെ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരുന്ന് എക്സാം എഴുതുന്നതും ഒന്നും അറിയാത്തതിനെക്കാട്ടിലും നല്ലതാണെന്ന് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന്. ഇനി അടുത്തത് നോക്കിയാലോ. അടുത്തത് നോക്കിയേ. അയ്യോ ഇത് കുറേ ആയോ, ഇതിനല്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ മക്കളെ, എവിടെ നമ്മുടെ പെൻ. ഓക്കെ, അപ്പോൾ കാനോണിക്കൽ ട്രാൻസ്ഫോം, ഇപ്പോൾ ഇത് നമ്മൾ മാത്തമാറ്റിക്കൽ മെത്തേഡിൽ നിന്ന് ഒരു ടോപ്പിക്കായി, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്നൊരു ടോപ്പിക്കായി, സോളിഡിൻ്റെ ഇനിയും വരുമായിരിക്കുമേ. കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്നൊരു ടോപ്പിക്കായി. ഇതും ഇനി അടുത്തത് ഏതാ, മെട്രിക്സ് ഏതാ, മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ ഒരു ടോപ്പിക്കാണ് മെട്രിക്സ്. മെട്രിക്സ് ആക്ച്വലി കുറച്ച് ട്രിക്കിയാണ്. ചിലപ്പം ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹാമിൽട്ടോണിയൻ അതായത് ഹെർമിഷൻ്റെ ഒക്കെ കുറച്ച് സെൻറ്റൻസ്, അതായത് ഒരു പെർട്ടിക്കുലർ കുറച്ച് ലോങ് സെൻറ്റൻസ് അവർ തരും. ഹെർമിഷൻ്റെ ഇത് സെറ്റ്, ഇത് ഇന്നതെന്നൊക്കെ പറഞ്ഞാൽ, എന്നിട്ട് അതിൻ്റെ അതൊന്ന് കുറേ MCQ ചൂസ് ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. മെട്രിക്സിൽ നിന്ന് MSQ ഉണ്ട്, MCQ ഉണ്ട്. അതൊക്കെ അറിയാമോ? അതായത് ഗേറ്റിൻ്റെ പാറ്റേൺ അറിയത്തില്ലെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിൽ ഗേറ്റ് ഫിസിക്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ മക്കൾമാർ ആദ്യം പോയി കാണണം. ഗേറ്റിന് അറിയാത്ത ആളാണെങ്കിൽ കേട്ടോ, ഗേറ്റിൻ്റെ പാറ്റേൺ അറിയാത്ത ആളാണെങ്കിൽ, അറിയുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, മെട്രിക്സിൽ നിന്ന് കൂടുതൽ നമ്മളെ കുഴപ്പിക്കും, കുറച്ച് സെൻറ്റൻസ് നമ്മളെ കുഴപ്പിക്കും. അത് ഹെർമിഷൻ തന്നിട്ട് യൂണിറ്ററി ആണ്, ഇന്നതായിരിക്കും, അങ്ങനെ കുറേ ടോപ്പിക്സ്, കുറേ ഓപ്ഷൻസ് തരും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് അതെല്ലാം ശരിയായിട്ട് തോന്നും. ഇപ്പോൾ MSQ വേണേൽ 2 സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പം എല്ലാം ഒരുപോലെ തോന്നുന്ന ഒരു ഫീൽ വരും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഹെർമിഷനിൽ നമ്മളെ കുഴപ്പിക്കുന്ന കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരാൾ ഈ മെട്രിക്സ് പഠിക്കുവാണെങ്കിൽ വേർഡിങ്ങും കൂടെ പഠിക്കാൻ ശ്രമിക്കണം. ഒരു സംഭവത്തിൻ്റെ യഥാർത്ഥ മീനിങ്, ഡെഫിനിഷൻ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് ഒന്നും ഇല്ല, വിഷമിക്കേണ്ട. യു ഹാവ് ടു ഗോ ഫോർ get into ChatGPT and ask മെട്രിക്സ് പഠിപ്പിക്കുമോ. സോ ഇഫ് യു ഗെറ്റ് എ ടോപ്പിക് ലൈക്ക് ഹെർമിഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് കിട്ടുവാണെങ്കിൽ ആ ഹെർമിഷൻ മെട്രിക്സ് എന്തോ ആണെന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അത് കഴിഞ്ഞിട്ട് യു ജസ്റ്റ് ആസ്ക് ദാറ്റ് ക്യാൻ യു ഗിവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് മെട്രിക്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ദി ഹെർമിഷൻ ഓപ്പറേറ്റർ എന്ന് ചോദിക്കുക. in the case of or in associate or in the case of gate exam or അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ പ്രോപ്പർട്ടീസ് തരും. പ്രോപ്പർട്ടീസൊക്കെ ശരിയാണെന്ന് നിങ്ങൾ ആദ്യം വാലിഡ് ചെയ്യണം. അപ്പം അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ ഓപ്പറേഷൻസിനും ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം മെട്രിക്സിൽ. കാരണം ആ പ്രോപ്പർട്ടീസ് ഓപ്ഷനിൽ തരാം, അതിൽ നിന്ന് 1, 2 ഒക്കെ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് മെട്രിക്സിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള ഒരു സെയിം പാറ്റേൺ ആൻഡ് ട്രിക്ക് എന്നുള്ളത്. സോ മെട്രിക്സ് എന്ന് പറയുമ്പോഴേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ് വരുന്നുണ്ട്, ഡയഗണലൈസേഷൻ വരുന്നുണ്ട്. പക്ഷേ ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത് CSIR നെറ്റ് പോലെ അത്രയും ചെയ്യേണ്ടതായിട്ടില്ല. അതായത് കുറച്ച് സിമ്പിളായിട്ടുള്ളതായിരിക്കണം ഗേറ്റിന് വരുന്നത്. ഡയഗണലൈസേഷൻ CSIR നെറ്റിന് കുറച്ചും കൂടെ നമുക്ക് ലോങ് ആയിട്ട് അവിടെ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻസ്, ബേസിസ്, ഓർത്തോഗണാലിറ്റി, ഇതൊക്കെ. അപ്പം ഇതാണ് ആക്ച്വലി മെട്രിക്സിൽ നിന്ന് വരുന്നത്. ഞാൻ ഹെർമിഷൻ പോലെയുള്ള ഓപ്പറേറ്റേഴ്സ്, അതായത് ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സിലൊക്കെ പ്രോപ്പർട്ടീസും കൂടെ പഠിച്ചു പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാറ്റർ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാറ്ററിൽ നിന്ന് അപ്പം അത് കൂടുതലും എനിക്കൊന്ന് ഇലക്ട്രോ മാഗ്നറ്റിസം, EM വേവ്, EM തിയറിയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാറ്റർ എന്ന് പറയുന്നത്. നമ്മൾ EM തിയറിയൊക്കെ നമ്മൾ EM പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും, ഉണ്ടാവണം എന്നാണ് എൻ്റെ വിശ്വാസം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആക്ച്വലി. ഡൈഇലക്ട്രിക്സ്, പോളറൈസേഷൻ, ബൗണ്ട് ചാർജസ്,
ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി, ബൗണ്ടറി കണ്ടീഷൻ, കപ്പാസിറ്റേഴ്സ്, അതൊക്കെ നോർമലി ചോദിക്കുന്നതാണ് EM തിയറിയിൽ. പിന്നെ നിങ്ങൾക്ക് ഗോസസ് ലോ ഒക്കെ നിങ്ങൾ പഠിക്കണം. പക്ഷെ ഗോസസ് ലോ അത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഇതിൻ്റെ ചെയ്യാൻ നേരം ഞാൻ നോക്കിയത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ഒക്കെ 2012, 2014, 22 ചോദിച്ചിട്ടുണ്ട്. ഇതും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ഓരോരോ ഡൈലക്ട്രിക്സ് ആൻഡ് കണ്ടക്ടേഴ്സ്, ഡൈലക്ട്രിക്സ് ആൻഡ് മാറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ കാണിക്കാവേ. ടു 2015, 2017 ചോദിച്ചിട്ടുണ്ട്. 2017 തന്നെ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2021 ചോദിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് ചോദിച്ചിട്ടുള്ളത്? 2023, 25 ഒക്കെ ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് ആറ്റമിക് സെലക്ഷൻ റൂൾസ്. ഇത് എന്താണെങ്കിലും നമുക്കറിയാം, സ്പെക്ട്രോസ്കോപ്പിയിൽ എപ്പോഴും, അത് PGയിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആറ്റമിക് സെലക്ഷൻ റൂൾസ്. അതായത് ഇലക്ട്രിക് ഡൈപോൾ ട്രാൻസിഷൻസ്, ഡെൽറ്റ എൽ, ഡെൽറ്റ എം, ഡെൽറ്റ ജെ, LS കപ്ലിംഗ്, സീമാൻ സ്റ്റാർക്ക് ബേസിക്സ്, ഇതിൻ്റെയൊക്കെ വീഡിയോ, സ്പെക്ട്രോസ്കോപ്പിയുടെ വീഡിയോ, കുറേ സ്പെക്ട്രോസ്കോപ്പിയുടെ വീഡിയോയും PYQസും ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ, നിങ്ങൾ നോക്കണം. പക്ഷേ സ്പെക്ട്രോസ്കോപ്പി ക്ലാസിക്കൽ മെക്കാനിക്സ് പോലെ ഭയങ്കര വാസ്റ്റായിട്ട് നിൽക്കുന്നൊരു ടോപ്പിക്കല്ല ഗേറ്റിന് വാസ്റ്റായിട്ട് നിൽക്കുന്ന 5 ടോപ്പിക്സ് ഏതൊക്കെയാണ്? ക്ലാസിക്കൽ മാത്ത്, EM തിയറി, പിന്നെ ഏതാ മക്കളെ? പിന്നെ 2 ടോപ്പിക്, സോളിഡ് സ്റ്റേറ്റ്, ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ക്ലബ് വിത്ത് എന്തെങ്കിലും ആയിരിക്കും. അയ്യോ, അപ്പം ആ ക്ലാസ്സസ് ഒന്ന് കാണാനായിട്ട് നോക്കാം കേട്ടോ, നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇടയ്ക്കൊരു ബ്രേക്കായി കേട്ടോ. എന്തായിരുന്നു ഓക്കെ, 5 ടോപ്പിക്സ് ഉണ്ട്. അത് മീൻസ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നൊക്കെ. പിന്നെ ഈ സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോണിക്സ് എന്നൊക്കെ ഉള്ള ടോപ്പിക്സ് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന ടോപ്പിക്സാണ്. ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ല ഗേറ്റിൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 5 ടോപ്പിക്സ് ആണ് വരുന്നത്. ക്ലാസിക്കൽ അതിൽ ഒന്നാമതാണെന്ന് ഓർക്കുക. ക്ലബ് വിത്ത് മാത്ത്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. അതിപ്പം CSIR നെറ്റിനാണെങ്കിലും ഫിസിക്സ് റിലേറ്റഡ് എക്സാംസിന് നമുക്ക് കൂടുതലും ക്ലാസിക്കൽ ആൻഡ് മാത്താണ് കൂടുതൽ വരിക. ദെൻ ലേസർ. ഓക്കെ, സോ ഇതൊക്കെ കാണുമ്പം ഐ ഫീൽ സോ ഹാപ്പി, ബിക്കോസ് ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ലേസർ, സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ലേസേഴ്സ് ഏതിലാണ് വരുന്നത് പറയാൻ പറ്റുന്നുണ്ടോ? ലേസർ സ്പെക്ട്രോസ്കോപ്പിയാണ് കേട്ടോ. ഈ ആറ്റമിക് സെലക്ഷൻ റൂൾസ്, റൊട്ടേഷണൽ ആൻഡ് രാമൻ സ്പെക്ട്ര, ഇതൊക്കെ നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയിലെ ടോപ്പിക്സാണ്. ലേസേഴ്സിലാണെങ്കിലും ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ്, പോപ്പുലേഷൻ ഇൻവേർഷൻ, 2/3 ലെവൽ സിസ്റ്റം, ത്രെഷോൾഡ്, ബേസിക് ലേസർ കൺസെപ്റ്റ് എല്ലാം തന്നെ ചാനലിലുണ്ട്, സ്പെക്ട്രോസ്കോപ്പി സെക്ഷനിലുണ്ട്. ഇനിയും തെർമോഡൈനാമിക്സിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സീറോത്ത്, ഫസ്റ്റ്, സെക്കൻഡ് ലോസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. MCQ, MSQയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തോ പറയുന്നത്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് കാണാപാഠം പഠിക്കുമല്ല, സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് വരാം. ഈ സീറോത്തിലോ ഇതാണോ പറയുന്നത്, അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ കാർനോട്ട് സൈക്കിൾ, തെർമോഡൈനമിക് പൊട്ടൻഷ്യൽ. ഒന്നും പഠിച്ചില്ലെങ്കിലും ഗോ വിത്ത് മാക്സ്വെൽ റിലേഷൻ ആൻഡ് തെർമോഡൈനമിക് പൊട്ടൻഷ്യൽ. ദീസ് 2 ആർ മച്ച് ഇമ്പോർട്ടൻറ്റ്, പ്രത്യേകിച്ച് മാക്സ്വെൽസ് റിലേഷൻസ്. ഓക്കെ, സോ അതിലും നല്ലൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സീറോത്ത് ലോ, സെക്കൻഡ് ലോസ് ഒക്കെ പഴയ പാറ്റേണിൽ ഇതൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് ആർക്കും അറിയത്തില്ല. നേരത്തെ കുറച്ചും കൂടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇതൊക്കെ ചോദിക്കും, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഓക്കെ, സോ ഇനി അടുത്തത്, അപ്പോൾ തെർമോഡൈനമിക്സ് കഴിഞ്ഞു. ഇനി ബേസിക്സ് ഓഫ് അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സബ്ജക്റ്റ് ഇസ് ക്വാണ്ടം മെക്കാനിക്സ്, റൈറ്റ്? സോ ബേസിക്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. So we go for the basics of quantum mechanics, and that include the postulates. Different postulates ഉണ്ട്,
ഒന്നും പഠിച്ചില്ലെങ്കിലും ഓപ്പറേറ്റേഴ്സ്, യു ഗോ ഫോർ ഓപ്പറേറ്റേഴ്സ്, കമ്മ്യൂട്ടേറ്റേഴ്സ്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒന്നും കുഴപ്പമില്ല. ബട്ട് ഓപ്പറേറ്റേഴ്സും കമ്മ്യൂട്ടേറ്റേഴ്സും മാക്സിമം പഠിക്കാൻ നോക്കുക. സ്കോഡിഞ്ചർ ഇക്വേഷൻ, എക്സ്പെക്റ്റേഷൻ വാല്യൂസ്. ഓക്കെ, സോ എപ്പോഴും സ്ട്രെസ് ചെയ്തിട്ട് നോക്കേണ്ടത് ഓപ്പറേറ്റേഴ്സും കമ്മ്യൂട്ടേറ്റേഴ്സുമാണ്. ഇത്രയും ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും അല്ല സിലബസ് കിടക്കുന്നു, അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കാണ്. എന്നിട്ടും ഞാൻ പറയാണ്, അത്രയും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സും കമ്മ്യൂട്ടേറ്റേഴ്സെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കണം എന്ന്. ഓക്കെ, ഇനി അടുത്തത് അഗെയിൻ ഗോ വിത്ത് ക്വാണ്ടം മെക്കാനിക്സ്, ദാറ്റ് ഈസ് പെർമ്യൂട്ടേഷൻ തിയറി. പെർമ്യൂട്ടേഷൻ തിയറിയിൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് നോൺ ഡീജനറേറ്റ് കേസസ്, ഫസ്റ്റ് ഓർഡർ കറക്ഷൻസ്, പിന്നെന്താ മക്കളെ, കോമൺ ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എന്താണ് മൈക്രോ സ്റ്റേറ്റ്സ് ആൻഡ് മാക്രോ സ്റ്റേറ്റ്സ്. തെർമോയിൽ തന്നെ മാക്രോ സ്റ്റേറ്റ്സ്, മൈക്രോ സ്റ്റേറ്റ്, എൻസംബിൾസ്, കുറേ കാര്യങ്ങളുണ്ട്. മൈക്രോ സ്റ്റേറ്റ് വേഴ്സസ് മാക്രോ സ്റ്റേറ്റ്, മൾട്ടിപ്ലിസിറ്റി 2l+1 എന്നൊക്കെ എഴുതി ഇല്ലേ. എൻട്രോപ്പി, ഓക്കെ. ഫേസ് സ്പേസ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ് സ്പേസ്, പ്രോബബിലിറ്റി ആൻഡ് കൗണ്ടിങ്. ഓ മൈ ഗോഡ്, പ്രോബബിലിറ്റി ആൻഡ് കൗണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർക്ക് അതിനറിയാം, ചിലവർക്ക് നോ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്ക് യു ഹാവ് ടു ഗോ വിത്ത് ദാറ്റ്. അത് ചെയ്തോ, പ്രോബബിലിറ്റി പഠിച്ചോ. അതറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പം തൊട്ടേ എന്ത് ചെയ്യണം, ഒരു ദിവസം, എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും പ്രോബബിലിറ്റി ആൻഡ് കൗണ്ടിങ്ങിൽ ഇരുന്ന് പഠിക്കണം കേട്ടോ. അല്ലാതെ എക്സാമിൻ്റെ തലേദിവസം നമ്മുടെ വീഡിയോ കേട്ടിട്ട് ഓക്കെ സോ ഐ ഗോ ഫോർ പ്രോബബിലിറ്റി ആൻഡ് കൗണ്ടിങ് എന്ന് പറഞ്ഞ് തലേദിവസം ഇരുന്ന് പഠിച്ചതും കൂടെ മറന്നു പോകും. അതുകൊണ്ട് കേട്ടിട്ടില്ല അനുഭവം ഗുരു എന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞു തരാണ്, ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ പ്രോബബിലിറ്റി ആൻഡ് കൗണ്ടിങ് ഇപ്പോൾ തൊട്ടേ പഠിച്ചു തുടങ്ങണം. ഇഫ് യു ആർ ഗുഡ് ഇൻ ദാറ്റ്, നെവർ മൈൻഡ്. ഓക്കെ, ഞാനെപ്പോഴും കൺസിഡർ ചെയ്യുന്നത് എന്നെപ്പോലെ ഞാനായിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യുക. സോ അതുകൊണ്ടാണ് ഞാൻ എല്ലാ കുഞ്ഞു ഡീറ്റെയിലും പറഞ്ഞു തരുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഇതിന് വാസ്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്കറിയാവുന്ന മിനിമം നോളജാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ ദെൻ again with the canonical ensemble, that the partition function, as we know partition function ഇല്ലാണ്ട് ഈ ഒരു എൻസെമ്പിളോ എൻട്രോപ്പിയോ ഒന്നും തന്നെ ഇല്ല. പാർട്ടീഷൻ ഫംഗ്ഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ബോൾട്സ്മാൻ ഫാക്ടർ, ആവറേജ് എനർജി, ഫ്രീ എനർജി, ഫ്ലക്ച്വേഷൻസ്, തെർമോഡൈനമിക് ക്വാണ്ടിറ്റീസ് ഒക്കെ. ആക്ച്വലി ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് എനിക്ക് തോന്നുന്നു ഭയങ്കര കുറവാണ് മലയാളം ചാനൽസ്. നമുക്ക് നോക്കാം, അത് രസമായിരിക്കും പഠിപ്പിക്കാനായിട്ട്. പക്ഷെ സമയമാണ് ഒരു പ്രശ്നം. നമുക്ക് നോക്കാം എങ്ങനെ ആയിത്തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫേക്ക് പ്രോമിസ് തരാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഒന്നും പറയാത്തത്. എനിവേ, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കി നോക്കുക. ഇറ്റ്സ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, സോ ദിസ് ഈസ് കാനോണിക്കൽ എൻസെമ്പിൾ. ദെൻ ക്രിസ്റ്റലോഗ്രഫി, ഇത് എവിടുത്തെ ടോപ്പിക്കാണ് മക്കളെ? സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് അല്ലേ? ഓക്കെ, ഇപ്പോൾ എനിക്കൊരു ആശ്വാസമായി. എനിക്ക് ഈ ഒരു ഭാഗം കാണുമ്പോൾ എന്തോ ഒരു ട്രോമ പോലെയാണ്. ഓക്കെ, അപ്പം ഇവിടെ ക്രിസ്റ്റലോഗ്രഫി സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെയാണ്. ദാറ്റ് ഈസ് യൂണിറ്റ് സെൽ, മില്ലർ ഇൻഡിസസ്, ബ്രെവിസ് ലാറ്റിസ്, റെസിപ്രോക്കൽ ലാറ്റിസ്, ഡിഫ്രാക്ഷൻ, ബ്രാഗ് ലോ ആൻഡ് അങ്ങനെ. അപ്പോൾ സോളിഡ് സ്റ്റേറ്റും സ്പെക്ട്രോസ്കോപ്പിയും ഒക്കെ ഇടയ്ക്ക് വരുന്ന ടോപ്പിക്സാണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ഇടയ്ക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കയറി വരുന്ന സബ്ജക്റ്റുകളാണ് ഇവരൊക്കെ. ഇവരൊന്നും ഭയങ്കര സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ ഞാൻ പറയില്ല, എന്നാലും പഠിക്കണം. പിന്നെ ലോജിക് ഗേറ്റ്സ്, ഇലക്ട്രോണിക്സിൽ ലോജിക് ഗേറ്റ്സ് അറിയാമല്ലോ. ലോജിക് ഗേറ്റ്സ് ട്രൂത്ത് ടേബിളും അതുപോലെ തന്നെ കോമ്പിനേഷണൽ സർക്യൂട്ടും ഒക്കെ. ഇതും ഞാൻ പറഞ്ഞില്ലേ, രജിസ്റ്റേഴ്സ്, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും പ്രോബബിലിറ്റി ഒക്കെ എല്ലാവർക്കും പറ്റില്ല തലേദിവസം പഠിക്കാൻ. സോ ഇതൊക്കെ നേരത്തെ തുടങ്ങേണ്ട ടോപ്പിക്സാണ്. നിങ്ങളിപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയാണ് പഠിക്കുന്നതെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുക. പിന്നെ രാവിലത്തെ സമയമൊക്കെ കുറച്ച് തെർമോയുടെ കുറച്ച് ടോപ്പിക്സുകൾ, ഇലക്ട്രോണിക്സിൻ്റെ ഇങ്ങനെയുള്ള ടോപ്പിക്സുകൾ, അങ്ങനെയൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഞാൻ പറയട്ടെ, ലോജിക് ഗേറ്റ്സ് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ലോജിക് ഗേറ്റ്സ് എന്താണെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ +2കാരുടെ കുറേ ക്ലാസ്സസ് ഒക്കെ ഇല്ലേ, കൊറോണ ടൈമിലൊക്കെ വന്നിട്ടുള്ള കുറേ ചാനൽസൊക്കെ ഇല്ലേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നിങ്ങൾക്ക് അറിയാമല്ലോ, കുറേ ചാനൽ നിങ്ങൾ നോക്കിയാലോ, ലോജിക് ഗേറ്റ്സ് ഇൻ മലയാളം എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികളുടെ അവരെ പഠിപ്പിക്കണ പോലത്തെ ക്ലാസ്സുകളുണ്ട്. +1, +2, 10 ഒക്കെ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ആ ബേസിക്സ് കിട്ടും.
കേട്ടോ. അല്ലാതെ എല്ലാം ഹൈ ലെക്ചേഴ്സ് മാത്രമേ കേൾക്കുകയുള്ളൂ എന്ന് അങ്ങനെ പോവുള്ളൂ എന്നൊന്നും വാശി പിടിക്കണം. ചില ടോപ്പിക്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നമ്മൾ വിചാരിക്കാത്ത ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് പറ്റും എന്ന് പറഞ്ഞ് +2 പഠിപ്പിക്കുന്ന ആൾക്കാർ ക്വാളിഫിക്കേഷൻ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ്. ഇംഗ്ലീഷ് വീഡിയോ മാത്രമേ കേൾക്കൂ, ഭയങ്കര പ്രൊഫസേഴ്സ്, അങ്ങനെയല്ല. മേ ബി യു ഗെറ്റ് ദാറ്റ് ഐഡിയ about logic gates in your when you try to listen a class in your mother tongue എന്നുള്ളതാണ്. പിന്നെ തമിഴ് വീഡിയോസൊക്കെ തമിഴ് നമുക്ക് കുറച്ചും കൂടെ ഫെമിലറാണ്, നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. തമിഴിലും ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. ലോജിക് ഗേറ്റ്സിൻ്റെ മാത്രമല്ല, പല സബ്ജക്റ്റിൻ്റെയും നല്ല ക്ലാസ്സുകൾ മലയാളത്തിൽ ഇല്ലാത്തതൊക്കെ തമിഴിൽ കാണും. അപ്പം അതും കൂടെ ഒക്കെ ഒന്ന് നോക്കാം. അപ്പം എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ തന്നെ വീഡിയോ എടുത്തത് നിങ്ങൾ കേട്ട് അങ്ങനെയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഏതൊക്കെ ചാനലുകളാണ് ഉള്ളതെന്നുള്ളത്. ഓക്കെ, ദെൻ യു ഗോ ഫോർ ദെൻ മൂവ് ഓൺ. ദെൻ സൂപ്പർ കണ്ടക്ടിവിറ്റി ആൻഡ് മാഗ്നറ്റിസം. അതും സൂപ്പർ കണ്ടക്ടിവിറ്റി ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ പാറ്റേണിൽ എപ്പോഴും ഉള്ള ക്വസ്റ്റ്യൻ ആണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അത് EMൽ വരുന്ന ബാക്കി ഭാഗങ്ങളാണ്. മീസ്നർ എഫക്റ്റ്, ടൈപ്പ് 1 ടൈപ്പ് 2, ലണ്ടൻ ഇക്വേഷൻ, BCS തിയറി, അതുപോലെ തന്നെ ഡയ, പാര, ഫെറോ, ആൻറ്റി ഫെറോ, ഫെറി മാഗ്നറ്റിസം. അപ്പം ഇത്രയും ടോപ്പിക്സ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ റിപ്പീറ്റായിട്ട് ചോദിക്കണതാണ്. പക്ഷേ ഡയ, പാര, ഫെറോ, ഫെറി മാഗ്നറ്റിസത്തിലൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം, അതായത് അതിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇപ്പം സൈയുടെ വാല്യൂ ഏതിനാണ് 1 ആവുന്നത്, ഏതിനാണ് -1 ആവുന്നത്, അങ്ങനെയുള്ള ഓരോരോ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. അതിന് സ്പെഷ്യലായിട്ട് ഇതിൻ്റെ ഒരു ടേബിൾ മേക്ക് ചെയ്യണം. അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും വിത്ത് എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം അത് MCQലും ചോദിക്കും, MSQലും ചോദിക്കുന്ന ടൈപ്പാണ് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ആൻഡ് ടൈപ്പ് 1 ടൈപ്പ് 2 ഒക്കെ MSQ MCQയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ യു ഹാവ് ടു നോ ദ ഐഡിയ ബിഹൈൻഡ് ദാറ്റ് എന്നുള്ളത്. ഓക്കെ, സോ ദെൻ മൂവിങ് ഓൺ റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി ഏതിലാണ് വരുന്നത്? റേഡിയോ ആക്ടിവിറ്റി റെഫർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മീൻസ് റെഫർ ഇൻ ദ സെൻസ് ഏത് സബ്ജക്റ്റിലാണ് അറിയാമല്ലേ, എല്ലാവർക്കും അറിയാം. ന്യൂക്ലിയർ. അങ്ങനെ ന്യൂക്ലിയറിൻ്റെ ഒരു ടോപ്പിക്ക് നമ്മൾ കണ്ടു. ദാറ്റ് ഈസ് റേഡിയോ ആക്ടിവിറ്റി. ആൽഫ, ബീറ്റ, DK, അതുപോലെ തന്നെ DK ലോസ്, ഹാഫ് ടൈം, മീൻ ലൈഫ്, ഹാഫ് ലൈഫ്, മീൻ ലൈഫ്, ആക്ടിവിറ്റി, Q വാല്യൂ. ഇതിൽ ഇമ്പോർട്ടൻറ്റ് Q വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. DK ചെയിൻസ്. ആക്ച്വലി റേഡിയോ ആക്ടിവിറ്റി എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. ഇതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ലോസ് ആണ്. അതായത് കൺസർവേഷൻ ലോസ് ഇല്ലേ, അതെല്ലാം അറിഞ്ഞിരിക്കണം. അതായത് കുറച്ച് ഇപ്പോൾ നമുക്കൊരു റിയാക്ഷൻ തരും, പേരൻറ്റ് പ്ലസ് പേരൻറ്റ് ഗീവ് റിയാക്ഷൻ നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ, അതായത് 2026 കുറേ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതായത് കുറേ ഓപ്ഷൻസ് തരും. അതിൽ ഈ റിയാക്ഷൻ ഏതാണ് ശരിക്കും പോസിബിൾ, അല്ലെങ്കിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള റിയാക്ഷൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. 2026 കുറേ ക്വസ്റ്റ്യൻസ് ന്യൂക്ലിയറിൽ നിന്ന് ഇങ്ങനത്തെ ഉണ്ടായിരുന്നു, റിയാക്ഷൻ ഏതാണ് വാലിഡ് എന്നറിയാൻ. സോ യു ഹാവ് ടു റിമെമ്പർ ഓർ യു ഹാവ് ടു നോ അബൌട്ട് ദ ലോസ് ബിഹൈൻഡ് ദാറ്റ്. അപ്പം ലോസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഏതൊക്കെയാണ്, ഏത് വരുമ്പോൾ ഏത് വരാം, ഏത് വരുമ്പോൾ അങ്ങനെ കുറേ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പം അതിൻ്റെയൊക്കെ നോട്ട്സ് ഉണ്ടാക്കി എല്ലാ ദിവസവും റിവൈസ് ചെയ്താൽ മാത്രമേ അത് തലയിൽ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് മറന്നു പോകും. അപ്പോൾ ന്യൂക്ലിയർ റേഡിയസ്, ബൈൻഡിങ് എനർജി, SCMF, ന്യൂക്ലിയർ മൊമെൻറ്റ്സ്, ഷെൽ ലിക്വിഡ് ഡ്രോപ്പ് മോഡലുകൾ, ന്യൂക്ലിയർ ഫോഴ്സ്, ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും, ഇക്വേഷനും കാര്യങ്ങളും. പക്ഷേ ഈ റിയാക്ഷൻസ്, ഈ ലോകൾ നമ്മൾ മറന്നു പോകും. പല ലോസ് ഉണ്ട്, അതൊന്ന് റെഫർ ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. ഇനി വെക്റ്റർ ആറ്റം മോഡൽ, അഗെയിൻ സ്പെക്ട്രോസ്കോപ്പിയാണ് വെക്റ്റർ ആറ്റം മോഡൽ. ഇതൊക്കെ വീഡിയോസ് ഉണ്ട്. LS കപ്ലിംഗ്, JJ കപ്ലിംഗ്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻറ്റ് സീമാൻ എഫക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻ സ്ട്രക്ചർ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് ചെയ്യാൻ, ചോദിച്ചാൽ ഭാഗ്യം. കാരണം ചോദിച്ചാൽ ഇത് സ്പെക്ട്രോസ്കോപ്പി എളുപ്പമാണ് ചെയ്യാൻ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ഉണ്ട്. പിന്നെ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ആംഗുലർ മൊമെൻറ്റം, എഗെയിൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഡീജനറസി, അഡീഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റ, ഹൈഡ്രജൻ സ്പെക്ട്രം, ക്വാണ്ടം നമ്പേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇനി വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ എഫക്റ്റീവ് മാസ് ആൻഡ് ഹോൾ എഫക്റ്റ്. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇതിപ്പോൾ വന്നിരിക്കുന്നത്. EK റിലേഷൻ, എഫക്റ്റീവ് മാസ്, ഇലക്ട്രോൺസ് ഓർ ഹോൾ എഫക്റ്റ്, ഹോൾ കോയിഫിഷ്യൻറ്റ്, ഹാഫ് വോൾട്ടേജ്, കാരിയർ ടൈപ്പ്, അങ്ങനെ. ഓക്കെ, ദെൻ പാർട്ടിക്കിൾ ബേസ്,
ഓക്കെ, എന്തൊക്കെയാണോ വായിക്കുന്നത്. പാർട്ടിക്കിൾ ഫിസിക്സ് ബേസിക്സ് എന്ന് പറയുന്നിട്ട് ഇത് തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ റൂൾസ് ഓർക്കണമെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ. ഏത് കളർ എടുക്കും? മഞ്ഞ. ഓക്കെ, ഈ റൂൾസൊക്കെ, അതായത് ലെപ്റ്റോൺസ്, ക്വാക്സ്, മീസോൺസ്, ബാരിയോൺസ്, കൺസർവേഷൻ ലോസ്. 2026 കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കൺസർവേഷൻ ലോസ്, ഐസോസ്പിൻ, പാരിറ്റി, ഇതെല്ലാം തന്നെ ഈ കൺസർവേഷൻ ലോസിൽ വരുന്നതാണേ. പഠിക്കുവാണെങ്കിൽ നല്ലതാണെന്ന് ഞാൻ പറയും കേട്ടോ. ഇച്ചിരി നേരത്തെ ഒന്ന് നോട്ട് എഴുതി ഒന്ന് പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഈ പാർട്ടിക്കിൾ ഫിസിക്സ്. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതൊക്കെ പിന്നെ വരുന്ന ടോപ്പിക്സാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്തമാറ്റിക്കലിൻ്റെ ആണ്. സെക്കൻഡ് ഓർഡർ, ബൗണ്ടറി വാല്യൂ, സീരീസ് സൊല്യൂഷൻ, സ്പെഷ്യൽ ഫങ്ഷൻസ്, ഫൊറിയർ ലാപ്ലേസ് ഒക്കെ വരുന്നുണ്ട്. ഇനി റിലേറ്റിവിറ്റി ക്ലാസിക്കൽ മെക്കാനിക്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. റിലേറ്റിവിറ്റി ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള പല ടൈപ്പ് വീഡിയോ എല്ലാം അപ്ലോഡഡ് ആണ് കേട്ടോ. റിലേറ്റിവിറ്റിയുടെ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ ടൈപ്പും ഓരോ ഫോർമുലയാണ് ക്ലൂ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ, ടൈം ഡൈലേഷൻ, ലെങ്ത് കൺട്രാക്ഷൻ, റിലേറ്റിവിസ്റ്റിക് മൊമെൻറ്റം, ഇത് ഒരു ഷോറാണ്. മാസ് എനർജി ഇക്വേഷൻ, ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കും. അത് എത്ര പാറ്റേൺ മാറിയാലും ചോദിക്കുന്നതാണ്. ഇപ്പം ഫ്ലൈറ്റ് മേളിൽ കൂടെ പോകുമായിരുന്നു, അപ്പം അതിൻ്റെ ലെങ്ത് കുറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതെന്താ അതെന്താ. അപ്പോൾ അത് ലെങ്ത് കൺട്രാക്ഷനും ടൈം ഡൈലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോ, അത് ഷുവറായിരിക്കും. പിന്നെ ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ മെക്കാനിക്സിൽ ഓയിലർ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ, ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ, കൺസർവേഷൻ ലോസ്, ഇതൊക്കെ തന്നെ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ക്ലാസിക്കൽ മെക്കാനിക്സിലെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 25 ടോപ്പിക്സ്. അപ്പോൾ ഇതിൽ ഞാൻ ഏറ്റവും സ്ട്രെസ് ചെയ്ത് പറയുക, എഫക്റ്റീവ് മാസ് പഠിക്കാൻ ശ്രമിക്കണം, കൺസർവേഷൻ ലോസ് പഠിക്കാൻ നോക്കണം, റിലേറ്റിവിറ്റി പഠിക്കാൻ നോക്കണം. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു 2026 സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നിട്ട് ഈ നമുക്ക് സ്റ്റോക്സ്, അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് സ്റ്റോക്സ് ലൈൻ തന്നിട്ട്, ചിലപ്പോൾ സ്റ്റോക്സ് ലൈനും വേറെ എന്തെങ്കിലും ഒരു ഇതും കൂടെ തന്നിട്ട് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് കണ്ടുപിടിക്കുക, അല്ല ആൻറ്റി സ്റ്റോക്സ് ലൈൻ തന്നിട്ട് സ്റ്റോക്ക് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഇക്വേഷനൊക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് PYQയിൽ. അതൊക്കെ ചോദിച്ചിട്ടുണ്ട് 2026. പിന്നെ ചോദിച്ചേക്കുന്നത് ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്ന് ഈ ലോസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 26 ചോദിച്ചേക്കണത് ഇലക്ട്രോണിക്സിൽ നിന്ന് കുറച്ച് സർക്യൂട്ട് സോൾവ് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഹൗ ടു യൂസ് ദീസ് 25 ടോപ്പിക്സ് എന്ന് വെച്ചാൽ, ഒന്നുകൂടെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാം, ഇത് പഠിച്ചാൽ 55+ മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പാറ്റേൺ അനുസരിച്ച് ഇതെങ്കിലും പഠിച്ച് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത്രയും പഠിക്കാൻ മിസ്സ് പറഞ്ഞു ഇത്രയും മാത്രം പഠിച്ചാൽ മതി എന്ന് മിസ്സ് പറഞ്ഞു എന്ന് നിങ്ങളെന്നെ ബ്ലെയിം ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെയാണ്. ഇപ്പോൾ PYQ ഉൾപ്പെടെയല്ലേ മിസ്സ് കാണിച്ചേക്കണേ, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ എങ്ങനെ പഠിക്കണം. ഒരു പ്രാക്ടിക്കൽ റിവിഷൻ ഓർഡർ ഫോർ ഗേറ്റ് ഫിസിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ, ഫിനിഷ് ദ കോർ കൺസെപ്റ്റ് പ്ലസ് ഫോർമുലാസ് ഫോർ ഈച്ച് മൈക്രോ ടോപ്പിക്. ആദ്യം നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കുക, ഫോർമുല നോക്കുക. പിന്നെ PYQs അതിൻ്റെ സോൾവ് ചെയ്യുക. ദെൻ മേക്ക് എ 1-page ഫോർമുല ഓർ ഇറർ ഷീറ്റ് ഫോർ എവറി മേജർ ടോപ്പിക്. അത് ഫോർമുല ഷീറ്റ് ഉണ്ടാക്കുന്ന വളരെ നല്ലതാണ്. എക്സാമിൻ്റെ അന്ന് രാവിലെയും തലേ ദിവസവും നമ്മൾ എപ്പോഴും റിവൈസ് ചെയ്യാൻ പോകുന്നത് ആ ഫോർമുല. നമുക്കൊരു സബ്ജക്റ്റിന് ഒരു 4 ബുക്ക് ഉണ്ടെങ്കിലും നമുക്കൊന്നും അന്നേരം തലയിൽ കയറത്തില്ല. ഈ എക്സ്ട്രാ ഷീറ്റുകളായിരിക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഫോർമുല ഷീറ്റ് ഉണ്ടാക്കണം. കുറച്ച് കഷ്ടപ്പാടാണ്, പക്ഷേ ഉണ്ടാക്കണം. ഇനിയും ടെക്സ്റ്റ്, ടേക്ക് മിക്സ്ഡ് ടെസ്റ്റ് സോ യു ക്യാൻ സ്വിച്ച് ബിറ്റ്വീൻ സബ്ജക്ട്സ് ക്വിക്ക്ലി. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റുകൾ ചെയ്യാം, പല ടെസ്റ്റുകൾ ചെയ്യാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എന്ത് പഠിക്കാനിരുന്നാലും നമുക്കൊരു പ്രശ്നമുണ്ട്, പെർഫെക്ഷനിസം എന്ന് പറഞ്ഞിട്ട്. അതായത് എല്ലാം പെർഫെക്റ്റായിട്ടേ ചെയ്യും. ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ അതിൻ്റെ 10 PYQ അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കും, ഒരെണ്ണം പോലും കഴിയത്തില്ല. അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന PYQs നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് 10 ചെയ്തിട്ടേ കിടക്കൂ എന്നുള്ളത് വേണ്ട, ഒരെണ്ണമെങ്കിലും ഞാൻ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഒരു ദിവസം ഒരെണ്ണമെങ്കിലും ചെയ്യണം. അപ്പം നിങ്ങൾ ഇന്ന് ഹാമിൽട്ടോണിനാണ് പഠിച്ചത്, ഹാമിൽട്ടോണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വേറെ തലേദിവസം പഠിച്ചതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അത് ഞാനിന്ന് ചെയ്യത്തില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം, വീഡിയോ കാണണം, ചെയ്യണം. ഓക്കെ, ദെൻ ഡു നോട്ട് സ്റ്റോപ്പ് അറ്റ് ദിസ്. അത് ഞാൻ സ്ട്രെയിൻ ചെയ്ത് പറഞ്ഞത്, ഡു നോട്ട് സ്റ്റോപ്പ് അറ്റ് ദീസ് 25 ടോപ്പിക്സ്, കവർ ദ റിമൈനിങ് സിലബസ് 2. അത് കംപ്ലീറ്റ് ചെയ്യണം. സോ ലേൺ, you have to learn, then you have to do the PYQs, then you have to revise, test, complete. So വേറൊരു ഓർഡറിൽ പറഞ്ഞാൽ
ലേൺ, റിവൈസ്, റിപ്പീറ്റ്. ഇതാണല്ലോ ഒരു OG ഡയലോഗ് ഇപ്പോഴത്തെ. ലേൺ, റിവൈസ് ആൻഡ് യു ഹാവ് ടു റിപ്പീറ്റ്. ഇത് തന്നെ ഇത് തന്നെ ഫോർവേഡ് ബാക്ക്വേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം ഗേറ്റ് മാത്രമല്ല, ഏത് എക്സാം ആയിക്കോട്ടെ, പഠിച്ചത് മറന്നുപോയാൽ ഒരു ഇതുമില്ല. ഒരു മാസം മുമ്പ് സ്പെക്ട്രോസ്കോപ്പി തീർത്ത് വെച്ചിട്ട് ഫെബ്രുവരി പോയി എക്സാം എഴുതിയതുകൊണ്ട് ഒരു കാര്യമില്ല. റിവൈസ് ചെയ്യണം. എല്ലാ വീക്കെൻഡിലും പറ്റുന്നത് പോലെ റിവൈസ് ചെയ്യണം. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ വിചാരിക്കും നമ്മൾ വർക്ക് ചെയ്യുമല്ലേ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമല്ലേ, ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ട് എന്തെടുക്കാനാണ്, ഞാൻ ഒരു ഇയറിൽ ഒന്ന് ഇരുന്ന് നോക്കാം പഠിക്കാൻ, എന്നാലേ എല്ലാം ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന, കോച്ചിങ് സെൻറ്ററിൽ പോയി ഇരുന്ന് പഠിക്കുന്ന പിള്ളേരുമായിട്ടല്ലേ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്, എനിക്കെന്തോ കിട്ടാനാ? അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യല്ലേ കേട്ടോ. നമ്മുടെ സമയം എപ്പോഴും നമ്മൾ ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ ബിസി ആയിട്ടിരിക്കുമ്പോഴാണ്. ഇപ്പം നമ്മൾ വർക്കിന് പോയി, ഇപ്പം നമുക്കറിയാം, ഞാൻ വർക്കിന് പോയി, ചിലപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേക്കും, കാരണം എനിക്ക് ഇത്രയും നേരം പഠിച്ചേ പറ്റുള്ളൂ. രാവിലെ ഞാൻ എഴുന്നേക്കും. ചിലപ്പോൾ ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് കുറച്ച് നേരം പഠിക്കും. ഈ വീട്ടിലിരിക്കുന്ന കുട്ടികൾ കുറച്ച് നേരം പഠിച്ച് ബാക്കി ഫോണോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും കാര്യത്തിൽ അവരുടെ എനർജി വേസ്റ്റായി പോകുക. അത്രയും കൺസിസ്റ്റൻ്റായിട്ട് ഇരിക്കുന്ന പിള്ളേരുടെ എണ്ണം ഭയങ്കര കുറവാണ്. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്നും പഠിക്കണത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ. നോട്ട് ബിക്കോസ് ഐ എം എ ഗ്രേറ്റ് വൺ ആയതുകൊണ്ടല്ല, ബട്ട് ഐ ഹാവ് എൻ എക്സ്പീരിയൻസ്. ഫെയിലിയേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, എല്ലാ എക്സ്പീരിയൻസും ഉണ്ട് എനിക്ക്. നോട്ട് ഭയങ്കര എക്സാമ്പിൾ ഫോർ എ സക്സസ്ഫുൾ വൺ അല്ല ഈ സബ്ജക്റ്റിൽ. ദാറ്റ്സ് വൈ എപ്പോഴും സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഫ് യു ആർ ഒരു എംപ്ലോയി ആവാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാവാം, പാർട്ട് ടൈം ചെയ്യേണ്ട ആളാവാം. നമുക്ക് പലർക്കും പല ഡ്രീം, പല ഫിനാൻഷ്യൽ കണ്ടീഷനാണ് ഫാമിലിയിൽ. ചിലപ്പോൾ നമ്മൾ ജോലിക്ക് പോയിട്ടായിരിക്കും ഈ ഒരു ഡ്രീം സൈഡിൽ കൂടെ. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഡെപ്ത് ഭയങ്കര കൂടുതലായിരിക്കും. ഇനി ഈവൻ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ, ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലേ, നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. ഗേറ്റ് മാത്രമല്ല നിങ്ങൾക്ക് മുമ്പോട്ടുള്ള വഴി. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ബുക്ക് തുറന്ന് അല്ലെങ്കിൽ പഠിക്കാൻ ഒരു ഇത് കാണിക്കണം. ജീവിതത്തിൽ വർക്ക് ചെയ്യാനൊരു ഒരു ചിന്ത കാണിച്ചു കഴിഞ്ഞാൽ എന്താണേലും ദൈവം അല്ലെങ്കിൽ ഒരു നേച്ചർ, നിങ്ങൾ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്കായിട്ടൊരു വേ കൊണ്ട് തരും എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ഓക്കെ. സോ ഇത് കിട്ടിയില്ല, ഏതെങ്കിലും എക്സാം കിട്ടിയില്ല, വിഷമിക്കേണ്ട. എന്നിട്ട് വീട്ടിൽ തന്നെ ആയി പോവുകയും ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, വീട്ടിൽ തന്നെ ഇരുന്ന് ഒന്നും ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം 1 വർഷം. അതിനപ്പുറം നിങ്ങൾ ഇതിനു വേണ്ടി ഇങ്ങനെ ഇരുന്ന് പോവില്ല. നിങ്ങൾക്ക് റിസർച്ച് താല്പര്യമുള്ള ആളാണ്, മനസ്സുകൊണ്ട് റിസർച്ചാണ് വേണ്ടത്. ദെൻ അപ്ലൈ ഫോർ എ JRF പൊസിഷൻ. JRF എന്ന് പറയുന്നത് CSIR JRF മാത്രമല്ല ഉള്ളത്, പ്രൊജക്റ്റ് അസോസിയേറ്റ്, പ്രൊജക്റ്റ് JRFകളുണ്ട്. അവർ സ്റ്റൈഫൻഡോടെയാണ് വർക്ക് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറെങ്കിലും നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് PhDയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഏത് ഗൈഡാണെന്നനുസരിച്ച്. ഇനിയും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നല്ലൊരു പെർഫോമർ, ഒരു ഹാർഡ് വർക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ റിസർച്ച് താല്പര്യമുള്ളവർ 1 വർഷം നിങ്ങൾ ഇരിക്കാൻ തീരുമാനിച്ചാൽ ഇരുന്നോളൂ. അതിനപ്പുറം പോവാതെ റിസർച്ച് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. റിസർച്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകളുള്ള കേരളത്തിൽ പറ്റത്തുള്ളെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊജക്റ്റ് എടുക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഒരു തെറ്റിദ്ധാരണയാണ് എല്ലാവർക്കും, ഫിസിക്സ് ആയതുകൊണ്ട് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ പോകാൻ പറ്റൂ. അങ്ങനെയില്ല. PG കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇൻ്റർ ഡിസിപ്ലിനറിയാണ്, കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി എല്ലാം. ഓക്കെ. സോ ഒരു പ്രൊജക്റ്റ് ഒരു കോളേജിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ഗൈഡ് ഇങ്ങനെ പ്രൊജക്റ്റ് റൺ ചെയ്യുന്ന ആളാണ്, അദ്ദേഹത്തിന് ഫണ്ട് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് 1 വർഷം സ്റ്റൈഫൻഡ് തരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ യു. അത് സ്റ്റൈഫൻഡ് തന്നില്ലെങ്കിലും പോകാൻ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിളാണ്, നിങ്ങളെ ഫാമിലി ഓക്കെ ആണെങ്കിൽ സ്റ്റൈഫൻഡ് നോക്കണ്ട. 1 ഇയറെങ്കിലും നിങ്ങൾ പോകുക ആ പ്രൊജക്റ്റിന്. റിസർച്ച് എക്സ്പീരിയൻസ് ആകത്തില്ലേ നിങ്ങൾക്ക്?
അപ്പോൾ റൺ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ബോട്ടണി ആയിരിക്കും അത് റൺ ചെയ്യുന്നത്, അതിലൊരു ഫിസിക്സ് പാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരതിനെ നിങ്ങൾക്ക് ആ പൊസിഷൻ തരും. അപ്പോൾ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പം IISTയും ISRും മാത്രമൊന്നുമല്ല, നോർമൽ കോളേജുകളും പ്രൊജക്റ്റൊക്കെ നടത്തുന്നുണ്ട് പ്രൊഫസേഴ്സ്, അല്ലേ, നടത്തും. അപ്പോൾ നിങ്ങളതൊക്കെ നിങ്ങൾ കോണ്ടാക്റ്റ് ഇരിക്കുക കേട്ടോ, PhDക്കാരുമായിട്ടൊക്കെ ഒന്ന് നല്ല കോണ്ടാക്റ്റിലിരിക്കാൻ ശ്രമിക്കുക. എങ്ങനെ നിങ്ങളുടെ PGയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോയെടുത്ത് PhDക്കാരുണ്ടോ, അങ്ങനെ ഒന്ന് കോണ്ടാക്റ്റിലിരിക്കുക. പിന്നെ PhD ചെയ്യാനായിട്ട് ക്രൈസ്റ്റ് ബാംഗ്ലൂരൊക്കെ ഇപ്പോൾ PhD പൊസിഷനിൽ വിളിക്കുന്നുണ്ട്. പക്ഷേ ക്രൈസ്റ്റൊക്കെ ഇൻസ്പയർ സ്കോളർഷിപ്പ് ഉള്ളവർക്കൊക്കെ അത് കുറച്ചും കൂടെ നല്ല. ഇൻസ്പയർ എന്ന് വെച്ചാൽ എനിക്കൊന്ന് +1 +2 ഇത്രയും പെർസെൻറ്റേജ് 99 98 ഒക്കെ മാർക്കുള്ളവർക്കായിരുന്നു ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് PhDക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ബാംഗ്ലൂരൊക്കെ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അവരുടെ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി തരുന്ന സ്റ്റൈഫൻഡ് അനുസരിച്ച് നമ്മുടെ ബാംഗ്ലൂർ റെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ക്രൈസ്റ്റ്, അതുപോലെ തന്നെ SRM യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശൊക്കെ നല്ല യൂണിവേഴ്സിറ്റിയാണ് ആക്ച്വലി. SRM ഒക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ SRM എന്നാണെന്ന് തോന്നുന്നു, ആന്ധ്രാപ്രദേശ് യൂണിവേഴ്സിറ്റി SRM. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ SRM ഒക്കെ പ്രൊജക്റ്റ് അസോസിയേറ്റ് ആയിട്ടൊക്കെ എടുക്കാറുണ്ട്, സ്റ്റൈഫൻഡോടെയാണ് അവർ എടുക്കാറുള്ളത്. അപ്പോൾ അവരുടെ ലാബൊക്കെ നമ്മളൊന്ന് വൺസ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഗൈഡിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്റ്റ് കൂടും. റിസർച്ച് എന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറയുന്നത് കേട്ടോ. റിസർച്ചാണ് താല്പര്യമെങ്കിൽ 1 year, ദെൻ പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം യുവർ ഹോം, സെർച്ച് ഒരു പ്രൊജക്റ്റിൻ്റെ പാർട്ടാവാൻ ശ്രമിക്കുക. അതിൻ്റെ സൈഡിൽ കൂടെ ഗേറ്റ് കൊണ്ടുപോകാന്ന് പറയുന്നത് ടഫാണ്. ഒരു 6 മാസമെങ്കിലും, ഒരു 3-4 മാസമെങ്കിലും വേണം നമ്മളൊരു പ്രൊജക്റ്റിൽ സെറ്റ് ആവണമെങ്കിൽ, മനസ്സിലാക്കി വരാൻ. എന്നാലും സൈഡിൽ കൂടെ പോകാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാം. ബാക്കി ടീച്ചിങ് ഇഷ്ടമുള്ളൊരു B.Edന് പോവുക. B.Edന് പോകുന്നതൊരു കുറവൊന്നുമല്ല. B.Edന് പോകും, ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്, B.Edന് പോകും. എന്നിട്ട് നമുക്ക് റിസർച്ച് നോക്കാം. റിസർച്ച് ഇഷ്ടമാണെങ്കിൽ റിസർച്ചിന് പോകുന്നത് നല്ലത് B.Edന് പോകുന്നതിന് മുമ്പ്. അങ്ങനെയൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ടൊന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഞാൻ ചെയ്തല്ലോ എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വഴി തനിയെ തുറക്കും. ഗേറ്റ് കിട്ടിയാലും ഗേറ്റ് കിട്ടിയില്ലെങ്കിലും, നെറ്റ് കിട്ടിയാലും നെറ്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എത്തേണ്ടടുത്ത് ഭദ്രമായി എത്തിക്കോളും. ഒന്നും വിഷമിക്കേണ്ട. ഓക്കെ, സോ ദീസ് ആർ ദ 25 topics ദാറ്റ് എനിക്ക് ഷെയർ ചെയ്യേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇറ്റ്സ് അപ് ടു യു. ദാറ്റ്സ് ഫോർ ടുഡേ. ആൻഡ് ഒത്തിരി ഒന്ന് സംസാരിച്ചു തോന്നുന്നുണ്ട്. ഓക്കെ, ദെൻ താങ്ക്സ് ഫോർ ടുഡേ ആൻഡ് സീ യു ഇൻ അദർ വീഡിയോ.